അതായത് നമ്മൾ ബൈബിള് വായിക്കുമ്പോ യേശുവിന്റെ ഒരു സ്നേഹം, ഒരു പിതാവിന്റെ ഒരു സ്നേഹത്തിലേക്ക് എല്ലാവരും എല്ലാവരും അറിയാൻ യേശു ആഗ്രഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ അവസ്ഥ, ശുദ്ധമായ ആ സ്നേഹ അവബോധം എല്ലാവരും അറിയാനും എല്ലാവരും അതിലായി തീരാനും ആഗ്രഹിക്കുന്നുണ്ട്. പ്രപഞ്ചം ഒന്നടങ്കം ഒരു ദൈവിക പദവിയിലേക്ക്, ദൈവപുത്ര പദവിയിലേക്ക് പരിണമിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യം ഒക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് കാണാൻ കഴിയുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഈ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതൊന്നും അറിയാതെ ജന്മനാ തന്നെ പല വളരെ മോശമായ സാഹചര്യത്തിൽ ജനിക്കുന്നു, മരിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്നേഹാവസ്ഥയെ അറിയാതെ ഒരുപാട് ക്രൂരതകള്, ഇരകളും വേട്ടക്കാരും ഒക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ നമുക്ക് സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ആരെയും നമുക്ക് ഇന്നയാൾ കുറ്റക്കാരനെന്ന് നമുക്ക് പിടിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പൊ അതേ സമയത്ത് ബൈബിള് പറയുന്നു ഈ ഒരു പദവിയിലേക്ക്, ഈ ഒരു അറിവിലേക്ക് എല്ലാവരും എത്തണം എന്നും പറയുന്നു, എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവും. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പരിണാമം നടക്കുക എന്ന് ഒന്ന് പറയാമോ? ഏതെല്ലാം രീതിയിലാണ് ഇവര് ഈ ഒരു പ്രപഞ്ചം ഒന്നടങ്കം പരിണമിച്ച് അതിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ഏതെല്ലാം രീതിയിലാണ്, എങ്ങനെയാണെന്ന് പറയാം? നമ്മള് ഫ്യൂച്ചറിലെ ആ ഒരു പൂർണ്ണമായ ഒരു ഹാർമണിയിൽ എത്തിച്ചേരുന്ന എങ്ങനെയാണ്, അതാണോ ചോദിച്ചേ? അതായത് അതാണ് ഫ്യൂച്ചറില്. കാരണം ഇങ്ങനെ നമുക്കറിയാം ഈ അറിവുകളൊന്നും ഇല്ലാതെ ജനിക്കുമ്പോൾ തന്നെ മനസ്സിലായി. ഈ മനുഷ്യന് മനസ്സിലായി. മനുഷ്യനെന്ന് പറയുമ്പോ ഈ മനുഷ്യവർഗത്തിൽ കാണുന്ന ഈ ഓരോ മനുഷ്യരെയും നമ്മള് വ്യത്യസ്തരായ ഓരോ വ്യക്തികളായിട്ട് നമ്മള് കാണുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഒരു സംശയം ഉണ്ടാകുന്നത്. ഈ മനുഷ്യവർഗം മുഴുവനും കൂടെ ചേർന്ന് ഒറ്റ മനുഷ്യനാണ്, ഒറ്റ വ്യക്തിയാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് ഒരുപാട് ഇൻഡിവിജ്വൽസ് അല്ല. ആ ഇൻഡിവിജ്വൽസിനെ കാണുന്ന ഒരു പാശ്ചാത്യമായ ഒരു കാഴ്ചപ്പാടാണ്. അത് പാശ്ചാത്യ ദർശനത്തിൽ അങ്ങനെയാ വരുന്നത്. ഇൻഡിവിജ്വൽ സോൾ ആൻഡ് ഇൻഡിവിജ്വൽ സാൽവേഷൻ ആണ്. ഇൻഡിവിജ്വൽ സാൽവേഷനും അല്ല, മറിച്ച് മനുഷ്യവർഗം മുഴുവനും കൂടെ ചേരുമ്പോൾ ഒരൊറ്റ മനുഷ്യനായിട്ടാണ്. മനുഷ്യ ശരീരത്തിലെ അംഗങ്ങളാണ്. അപ്പൊ ആ അംഗങ്ങളുടെ വൈകല്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ അതേ ശരീരം തന്നെയാണ് ഈ ടൈമിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ടൈമിനകത്ത് ഒരു ഇൻസ്റ്റന്റിലെ ഒരു ശരീരത്തെയാണ് നമ്മൾ ഇപ്പൊ വിസിബിൾ ആയിട്ട് കാണുന്നത്. ഇപ്പം നമ്മൾ ഭൂമിയിൽ കാണുന്ന ഈ 850 കോടി ആളുകള് നമ്മൾ കാണുമ്പം അത് ഈ ടൈം ആകുന്ന ആ വലിയൊരു ഓഷ്യനകത്തെ നമ്മൾ ഇപ്പൊ കാണുന്ന ഈ ഒരു മൊമെന്റ് കാണുന്ന ആ ബോഡിയുടെ ഒരു പാർട്ട് മാത്രം. ഇപ്പൊ നമ്മൾ വലിയൊരു തിമിങ്ങലോ ഒരു മീനോ ഒക്കെ ഒരു കടലിലൂടെ ചാടി പോകുമ്പോൾ നമ്മൾ ആ മീനിന്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ കാണുന്നത് പോലെ, അപ്പൊ തന്നെ ആ മീനിന്റെ തലയും വാലും ആ വെള്ളത്തിനടിയിലാണ്. ആ ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ മുകളിൽ കാണുന്നത് പോലെ ഈ ക്രോണോസ് ആകുന്ന സമുദ്രത്തിലെ മനുഷ്യൻ പാസ് ചെയ്ത് പോകുമ്പോ ഇപ്പം വെള്ളത്തിന് മുകളിൽ കാണുന്ന ഒരു പാർട്ട് മാത്രമാണ് ഇപ്പൊ കാണുന്ന മനുഷ്യ സഞ്ചയം. ഇത് ഒന്നാണെന്നുള്ള ഒരു അവബോധം ആർക്കും വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആ അവബോധത്തിലേക്ക് എത്തും, അപ്പൊ തിരിച്ചറിയുന്നത് നമ്മൾ ഒന്നായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട്, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ അതിലെ ശാഖകളുമാണ് എന്ന് പറയുന്നു. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്ന ഇവരും തമ്മിൽ ഒന്നാകണം. ഒന്നാണത്, പക്ഷെ ഒന്നാണെന്നുള്ള അറിവിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് ആ പ്രാർത്ഥന. അതാണ് അതിന്റെ ഒരു വിശദീകരണം. ഒരു ഏറെക്കുറെ എന്റെ ചോദ്യത്തിന്റെ ഒരു പകുതി എനിക്ക് ക്ലിയർ ആയി. ഒന്നും കൂടെ എനിക്ക് ഒന്നുകൂടെ വ്യക്തമാകേണ്ടത്, ഇതൊന്നും അറിയാതെ പിന്നെ തെറ്റായ വിശ്വാസങ്ങളിൽപ്പെട്ട് മരിക്കുകയും ഇരയാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഈ ഇങ്ങനെ ഒരു പരിണാമത്തിലേക്ക്, കാരണം അവരും അങ്ങനെ വേട്ടയാടപ്പെടുന്നവരും നമ്മുടെ ഭാഗം തന്നെയാണ്, ആകെ മനുഷ്യരാശിയുടെ ഭാഗമാണ്. അപ്പൊ അവർക്ക് ഈ എങ്ങനെയാണ് ആ ഒരു തലത്തിലേക്ക് ഒരു ഇത് വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു അവബോധം വരുന്നത് എങ്ങനെയാണെന്നാണ് അറിയാവൂ? കാർഷിക ഈ വീട്ടില് ഇപ്പോഴത്തെ അല്ല, പഴയ കാലത്ത് ഈ അരിയൊക്കെ അരച്ചിട്ടുണ്ടോ? ആട്ടുകല്ലില് അരി ഉഴുന്നൊക്കെ. ഉണ്ട്. അപ്പൊ ഈ അരയ്ക്കുമ്പോ അരയാതെ പോകുന്ന ഉഴുന്നൊക്കെ മുകളിലൊക്കെ ഇരിക്കത്തില്ലേ? അതെന്നാ ചെയ്യും? കൈകൊണ്ട് തൂത്തിടത്തില്ലേ? അത് തൂത്തിടും. അത്രേ ഉള്ളൂ.
അത് തൂത്തിടും. അതാണ് ടൈം ചെയ്യുന്നത്. ടൈമിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ അപ്പൊ ഈ തെറ്റായ ധാരണയോടുകൂടി മരിച്ച ആളുകളും കൊല്ലപ്പെട്ട ആളുകളും ഒക്കെ ഈ ഒരു ഇതിലേക്ക് വീണ്ടും ഭാഗവാക്കാകും എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതിന് രണ്ട് സിദ്ധാന്തമുണ്ട്. അതിൽ ഒന്ന്, ഈ ഇവരുടെ മരണശേഷം തന്നെ അവര് റിഫൈൻഡ് ആയിട്ട് അവർക്ക് റിസ്റ്റോറേഷൻ, എൻലൈറ്റ്മെന്റ് അവർക്ക് സിദ്ധിക്കും എന്ന ഒരു ഇതുണ്ട്. പിന്നെ ട്രാൻസ്മൈഗ്രേഷൻ എന്ന ഒരു സിദ്ധാന്തമുണ്ട്. അപ്പൊ അതിനകത്ത് വാദിക്കുന്നത് അവര് റീഇൻകാർണേറ്റ് ചെയ്തു വരും. അതാണ് ഇപ്പൊ ഹിന്ദു വിശ്വാസത്തിൽ അല്ലെ ഭാരതീയ ചിന്തയിലൊക്കെ പുനർജന്മ സിദ്ധാന്തം. അപ്പൊ ഈ പുനർജന്മ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഇടയിലും പ്രബലമായ ഒരു സിദ്ധാന്തം തന്നെയാണ്. അത് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ അറിയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാല് പറയാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തില് യേശു കർത്താവ് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു, ഇവൻ എങ്ങനെയാണ് ഈ പിറവിയിലെ അന്ധനായി തീർന്നത്? ഇവനെങ്കിലോ ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലോ പാപം ചെയ്തിട്ടാണോ? ഇതെന്താണ്? ഇവന്റെ ആൻസെസ്ട്രൽ സിന്നാണോ അതോ ഇവന്റെ? അപ്പൊ ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ എപ്പോ പാപം ചെയ്തു? ഇവൻ പാപം ചെയ്തത് കൊണ്ടാണോ ഇവൻ കുരുടനായതെന്ന് ചോദിച്ചാൽ അത് അവന്റെ മുൻജന്മത്തെ പറ്റിയാ ചോദ്യം. കാരണം അല്ലെങ്കിൽ അവൻ എങ്ങനെ പാപം ചെയ്യുന്നത്? ജന്മന അവൻ അന്ധനാണല്ലോ. അപ്പൊ ജനിക്കുന്നതിന് മുമ്പ് അവൻ എങ്ങനെ പാപം ചെയ്യാൻ പറ്റുന്നത്? അപ്പം ജനിക്കുന്നതിന് മുമ്പ് ഒരു പാപം ചെയ്തു എന്നുള്ളൊരു സൂചനയാണ് അവിടെ. അപ്പൊ ആ ഒരു വിശ്വാസം യഹൂദരുടെ ഇടയിലും ഉണ്ട്. ഇനി യഹൂദരുടെ ഇടയിൽ ഇതിനെ പറ്റിയുള്ള ഒത്തിരി വിശ്വാസമുണ്ട്. കാരണം ഏലിയാവിനെ പറ്റി പറയുമ്പം അത് മരിച്ചവരിൽ നിന്ന് ഒരുത്തം വന്നാണോ എന്ന് പറയുന്നുണ്ട്. പിന്നെ യേശുവിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ വരുവാനുള്ള ഏലിയാവ് ഇവൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം അവരുടെ ഇടയിൽ വളരെ പ്രബലമായിട്ട് ഉണ്ടായിരുന്നു, ഈ ട്രാൻസ്മൈഗ്രേഷൻ അല്ലെങ്കിൽ പുനർജന്മ സിദ്ധാന്തം. അപ്പൊ ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. പിന്നെ ക്രിസ്ത്യൻ ചർച്ചുകൾ ആ ഒരു വിശ്വാസത്തെ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ല. അവര് പറയുന്നത് ഈ ആഫ്റ്റർ ഡെത്ത് സോൾ പ്യൂരിഫൈഡ് ആകും എന്നുള്ള ഒരു വിശ്വാസമാണ് ഹോൾഡ് ചെയ്യുന്നത്. രണ്ട് രീതിയിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ. ഞാന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ക്രിസ്ത്യൻ സഭയില് ഈ പുനർജന്മ സിദ്ധാന്തത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നും അങ്ങനെ അത് ശരിയാണോ? അതില് ഉണ്ടായിരുന്നു. ആദിമ നൂറ്റാണ്ടിലൊക്കെ വലിയൊരു ഗ്രൂപ്പ് ആളുകൾ, യഹൂദരുടെ ഇത് വളരെ പ്രബലമായിരുന്നു. നമ്മുടെ ഓറിജിൻ എന്നൊക്കെ പറയുന്ന സഭാപിതാവ്, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. സഭാപിതാക്കന്മാരിൽ തന്നെ പലരും ആ വിശ്വാസം ഹോൾഡ് ചെയ്തിട്ടുള്ളവരുണ്ട്. പിന്നീട് പ്രബലമായിട്ട് നമ്മുടെ ഈ ക്രീഡൽ ഡിക്ലറേഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ ചർച്ചുകൾ ഈ രീതിയിൽ വെൽ ഡിഫൈൻഡ് തിയോളജി ഒക്കെ വന്നപ്പം അത് എടുക്കുന്നില്ല സഭകൾ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. എന്തായാലും പിന്നെ ഈ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അവബോധത്തിലേക്ക്, ചേർച്ചയിലേക്ക് വരും എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത്. അതെ, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. യൂണിവേഴ്സൽ കോൺഷ്യസ്നെസിന്റെ ഭാഗമായി തീരുമ്പോഴാണ് ഫുള്ളി എൻലൈറ്റൻഡ് ആകുന്നത്. അപ്പൊ അതിലേക്കുള്ള ഒരു പ്രയാണം എന്നുള്ളതാണ്. സോളിന്റെ യാത്ര എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു നമ്മുടെ പരിമിതമായ മനുഷ്യന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായിട്ടുള്ള ഈ ഒരു ഓർഡറും ഡിസോർഡറും, ഇല്ലെങ്കിൽ തെറ്റും ശരിയും, ദുരന്തവും ശാന്തിയും അസമാധാനവും, ഇങ്ങനെ ഈ പറയുന്ന ഇതിലൂടെ ഈ കടന്നു പോകേണ്ടത് ഒരു ആവശ്യമാണോ? ഇങ്ങനെ കടന്നു പോയി ആണോ ഈ ഒരു ഇതിലേക്ക് വരാൻ കഴിയുക? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഒന്നും ആത്യന്തികമായി തെറ്റുമല്ല, ഒന്നും ആത്യന്തികമായി ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അതല്ലേ ഒരു ദർശിത എന്നതാണ്, ഒരു അദ്വൈത ദർശനമാണോ ഉദ്ദേശിച്ചത്? ഏറെക്കുറെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് അദ്വൈതത്തിലുള്ളത്. ഇങ്ങനെ ഇപ്പോ ഇങ്ങനെയുള്ള ഈ വൈവിധ്യങ്ങളിലൂടെയും മനുഷ്യൻ ഒരു ദൈവിക അവസ്ഥയിലേക്ക് പരിണമിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഹിതകരമാണ്, എല്ലാം നന്മയ്ക്ക് തന്നെയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഏറെക്കുറെ അദ്വൈതത്തിലുണ്ട്. അല്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ആശയമേ നമുക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം തിരക്ക് പിടിച്ച ലോകത്തിൽ ഈ മനുഷ്യന് ആത്മീയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനോ അതിന് ടൈം ഡെഡിക്കേറ്റ് ചെയ്യാനോ ഒന്നും ഇല്ല. വളരെ കുറച്ച് സമയമാണ് ഉള്ളത്.
പിന്നെയുള്ളത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ അക്യുമുലേറ്റഡ് നോളജ് ആണ്. അത് പഴയ കാലത്തൊക്കെ കൂടുതൽ ആളുകൾ ഋഷീശ്വരന്മാരൊക്കെ വളരെ തപസ് ചെയ്യുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്ത് ആർജിച്ചെടുത്ത അറിവുകള്, അതിന്റെ എല്ലാം കൂടെ ഒരു സംയോജിതമായ അറിവ് നമുക്ക് ഇന്നുണ്ട്, വിവിധ മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും എല്ലാം. അപ്പൊ ആ സംയോജിതമായ അറിവിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ഒരു ദർശനത്തിൽ എത്തിച്ചേരാനേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാത്തിന്റെയും സാരം കേൾക്കുക, സകലത്തിൽ നിന്നും നന്മയെ സാംശീകരിക്കുക എന്ന് പിന്നെ ശലോമോൻ പറയുന്നുണ്ട്, പൗലുസ്ലിയ പറയുന്നുണ്ട്. എല്ലാത്തിന്റെയും സാരം കേൾക്കുക എന്നുള്ളത്. അപ്പൊ നല്ലത് മുറുകെ പിടിക്കുക എന്നാണ് പൗലുസ്ലിയ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം എടുക്കുമ്പോ ഇപ്പൊ നമ്മെ പറ്റിയുള്ള വലിയൊരു ആരോപണം അതാണ്, അവരവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഓരോന്ന് എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെ എടുത്തോണ്ട് വരാൻ ബൈബിളിൽ വാക്യമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ ഇത് ഈ ഒരു അർത്ഥത്തിൽ മാത്രമേ നമുക്കൊരു ഫിലോസഫിക്കലായിട്ട് നമുക്കൊരു ഫ്രെയിം വർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ മനുഷ്യന്റെ വളരെ ഇന്നത്തെ കാലത്ത്, ഇനി മനുഷ്യന്റെ ആയുസ് കൂടുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഒരു 80 വർഷം ജീവിച്ചാലും അത് വളരെ ഒരു ഷോർട്ട് പീരീഡ് ആണ്. അപ്പം നമ്മുടെ ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വേഗതയുള്ള ബഹിരാകാശ വാഹനത്തിൽ അത് നമ്മള് സൂര്യപേടകം വിക്ഷേപിച്ചിരിക്കുന്ന സെക്കൻഡിൽ 180 കിലോമീറ്ററോ മറ്റോ വേഗത്തിൽ പോകുന്നുണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട്. അതാണ് മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വേഗതയുള്ള സാധനം. തൊട്ടടുത്ത നക്ഷത്രത്തിൽ എത്തണമെങ്കിൽ 7000 വർഷം വേണം. 7000 വർഷം ഉണ്ടെങ്കിലേ തൊട്ടടുത്ത ഒരു നക്ഷത്രത്തിലെത്താൻ പറ്റുള്ളൂ. ഇന്നത്തെ ഗതികേടാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന മനുഷ്യന്റെ ഈ 80 വർഷം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അറിയാനോ ദൈവത്തെ അറിയാനോ ഒന്നും ഒട്ടും പര്യാപ്തമല്ലാത്ത ഒരു ആയുസാണുള്ളത്. അവിടെയാണ് നമുക്ക് ഇത്രയും വർഷം കൊണ്ട് ഒരു 6000-7000 വർഷം അല്ലെ 6000 വർഷം കൊണ്ടൊക്കെ ആർജിച്ച ഒരു അറിവാണ്, ദൈവശാസ്ത്ര അവബോധം ഇത്രയേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു അറിവിൽ നമ്മൾ ആശ്വസിക്കുക, സമാധാനിക്കുക എന്നുള്ളതിനപ്പുറത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എന്തായാലും ബ്രദറെ ഞാൻ തൽക്കാലം വിട പറയാണ്. എന്തായാലും ഞാൻ ഒന്ന് പറയട്ടെ, ഈ ബൈബിളിനെ ഇത്ര മനോഹരമായി, ഇത്ര സാർവലൗകികമായി, സാർവത്രികമായി വ്യാഖ്യാനിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് യുക്തിക്കും അനുഭവത്തിനും ഒക്കെ നിരക്കുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഈ ഗ്ലോറിയസ് ഗോസ്പൽ കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. എന്തായാലും അത് വളരെ ലോകത്തിന് ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒക്കെ നടന്നു കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഇത് നിലനിൽക്കേണ്ടതും ഒരാവശ്യമാണ്. അത് നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു തർഷിത.